നന്ദിവനം. വീടിന്റെ ബോർഡ് കണ്ടതേ ഇഷയുടെ കണ്ണുകൾ നിറഞ്ഞു. താൻ ആഗ്രഹിച്ചിരുന്നു ഈ വീടിന് മരുമകളായി വരാൻ. പക്ഷേ അവളുടെ മനമൊന്നിടറി. വലിയ ഗേറ്റ് കടന്ന് രുദ്രൻ ആ വലിയ വീടിന് മുന്നിൽ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി പുറത്തു നിന്നു. അത് തന്നെ കാത്തുള്ള നിൽപ്പാണെന്നറിയാവുന്നതിനാൽ ഇഷയൊന്നും മിണ്ടാതെ പതിയെ ഇറങ്ങി. സാരി ആയതിനാൽ തന്നെ ഇറങ്ങാനും മറ്റും അവൾ വല്ലാതെ ബുദ്ധിമുട്ടി. എന്നിരുന്നാലും എങ്ങനെയൊക്കെയോ ഇഷ പതിയെ ഇറങ്ങി രുദ്രന്റെ അരികിലായി വന്നു നിന്നു. അവൾ വന്നതറിഞ്ഞ രുദ്രൻ പെട്ടെന്ന് മുന്നിലേക്ക് നടക്കാനാഞ്ഞു. അത് കണ്ടതും ഇഷയും അവർ ഒരുമിച്ച് അകത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ വീട് രുദ്രൻ പണിതതാണ്. അവന്റെ മുത്തശ്ശിയുടെ ആഗ്രഹത്തിൽ ഒരു പഴയ നാലുകെട്ടിന് മോഡേൺ സ്റ്റൈലിൽ വന്നാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് നന്ദിവനം വീട്. അവിടേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇഷ കണ്ടു തങ്ങളെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ജയദേവന്റെ ഭാര്യ ലളിത, മക്കൾ ജഗത്തും ജാനകി, അവളുടെ ഭർത്താവ് ദേവനും. അവരുടെ നോട്ടം അവളെ വല്ലാതെ ഭയപ്പെടുത്തി. എന്നാലും മുന്നോട്ട് പോവുകയല്ലാതെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. വീടിനുള്ളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് കയറാൻ ഭയപ്പെട്ടു നിൽക്കുന്ന ഇഷയെ പെട്ടെന്നാണ് രുദ്രൻ അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റിയത്. ഇഷ എല്ലാവരെയും ഒന്ന് നോക്കി. അവരാണെങ്കിലോ അവളെ ദഹിപ്പിക്കാൻ എന്ന പോലെ നോക്കുന്നുണ്ട്. എന്നാൽ രുദ്രൻ അതൊന്നും ശ്രദ്ധിക്കാതെ നടക്കുകയാണ്. പെട്ടെന്നാണ് ജയദേവന്റെ ശബ്ദം പുറകിൽ മുഴങ്ങിയത്. രുദ്ര, നിൽക്ക. രുദ്രൻ പെട്ടെന്ന് നിന്നു. ഒപ്പം ഇഷയും. ജയദേവനും സംഘവും അവന് മുന്നിലായി വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു, എന്താ രുദ്ര ഇതിനൊക്കെ അർത്ഥം? വല്യച്ഛൻ എന്താ അറിയേണ്ടത്? വിവാഹത്തെ പറ്റിയല്ലേ? ജയദേവനോടുള്ള ചോദ്യത്തിന് അയാൾ അതേ എന്ന് തലയാട്ടി. രുദ്രൻ ചെറുതായി ഒന്ന് മന്ദഹിച്ചു. എന്നിട്ട് തുടർന്നു, ഇവളിഷ, ഇഷ നമ്പ്യാർ, എന്റെ പ്രണയം, ഇപ്പോഴെന്റെ ഭാര്യ. രുദ്രന്റെ ഉറച്ച വാക്കുകളിൽ ഇഷ ഞെട്ടിപ്പോയി. അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ അവന്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി. പെട്ടെന്നാണ് ലളിത അലർച്ചയോടെ ചോദിച്ചത്, നിന്റെ ഭാര്യയോ? നടക്കില്ല, സമ്മതിക്കില്ല ഞാൻ. ഞങ്ങളുടെ അമ്മയെ കൊന്ന് ഇവിടെ വാഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ലളിതയുടെ വാക്കുകൾ അവൾ ഞെട്ടലോടെയായിരുന്നു കേട്ടത്. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ ഒരാളെ തേടി. ആ വ്യക്തിയുടെ അഭാവം, ഒപ്പം രുദ്രന്റെ സൈലൻസ് എല്ലാം അവളുടെ ഉള്ളിൽ ഒരു നടുക്കം സൃഷ്ടിച്ചു. ഒപ്പം അരുതാത്തത് എന്തോ സംഭവിച്ചു എന്നൊരു തോന്നലും. ഇവിടെ വാടി. ഞെട്ടി നിൽക്കുന്ന ഇഷയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവർ ഒരിടത്ത് നിർത്തിയിട്ട് മുന്നോട്ട് വിരൽ ചൂണ്ടി. അവൾ മനസ്സിലാകാത്തതുപോലെ അവിടേക്ക് നോക്കി. പക്ഷേ മുന്നിൽ കണ്ട കാഴ്ചയിൽ ഇഷ നടുങ്ങി വിറച്ചു. കണ്ടോടി എന്നൊരു ലളിതയുടെ അലർച്ചയും, ഒപ്പം മുഖം ചതയുന്നത് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ലളിതയുടെ അടി. ലളിത ഇഷയെ അത്രയും ശക്തമായി അടിച്ചിട്ടും വേദനയിൽ പുളഞ്ഞിട്ടും അവളെ അതൊന്നും ബാധിച്ചില്ല. അവളുടെ കണ്ണുകൾ ഒരു വിളക്കിന്റെ വെളിച്ചത്തിൽ ചിരിയോടെ ഇരിക്കുന്ന രുദ്രന്റെ മുത്തു. അവന്റെ ദൈവയാനിയമ്മ, അവന്റെ അച്ഛൻ്റെ അമ്മ. രുദ്രന് സ്വന്തം എന്ന് പറയാനുള്ള ഏക വ്യക്തി, അവന്റെ ജീവൻ, അവനെല്ലാം. ആ ഞെട്ടലിൽ നിൽക്കുന്ന ഇഷയെ തേടി ലളിതയുടെ വലിയ ശബ്ദമെത്തി. നീ ഒറ്റ ഒരുത്തയാണടി ഞങ്ങളുടെ അമ്മയുടെ ജീവൻ എടുത്തത്. നീ രുദ്രനെ വേണ്ട എന്ന് വെച്ച നിമിഷം ചങ്ക് പൊട്ടിയാണേ ഞങ്ങളുടെ അമ്മ പോയത്. അവരുടെ അലർച്ചയിൽ ഇഷ വിറച്ചുപോയി. അവൾ ചെവി പൊത്തിക്കൊണ്ടലറി. നോ, ഇല്ല, ഞാനല്ല. ഇഷ അലറിക്കരയാൻ തുടങ്ങി. അവൾക്ക് താൻ കാരണം ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു എന്നത് ഇഷയെ സംബന്ധിച്ച് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. ലളിതയുടെ ആക്രോശം ആ ഹാളിൽ നിറഞ്ഞു. ഇഷയാകെ തളർന്നിരുന്നു. അവൾ മുടിയിൽ പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. മതി, നിർത്തിക്കോ, ഇനി ആരും ഒന്നും മിണ്ടണ്ട. പെട്ടെന്ന് ഹാളിൽ രുദ്രന്റെ സൗണ്ട് മുഴങ്ങി. എല്ലാവരും ഞെട്ടലോടെ അവനെ നോക്കി. രുദ്രൻ പക്ഷെ മറ്റൊന്നും ചിന്തിക്കാതെ അവൻ ഇഷയുടെ അടുത്തെത്തി. എന്നിട്ട് ഇഷയെ നെഞ്ചോട് ചേർത്ത് നിർത്തി. ഇഷ കണ്ണീരോടെ അവനെ നോക്കിക്കൊണ്ട് അവന്റെ നെഞ്ചോടെ മുഖം ചേർത്തു. മറ്റുള്ളവരെല്ലാം അവളോടുള്ള
രുദ്രന്റെ കെയറിങ് കണ്ട് ദേഷ്യത്തിൽ നോക്കുമ്പോൾ ഒരാൾ മാത്രം ഇഷയെ കാമം നിറഞ്ഞ് കണ്ണുകൾ കൊണ്ട് നോക്കുന്നത് തുടർന്നു. അത് ജഗതായിരുന്നു. ജഗത് അവളുടെ അഴിഞ്ഞൊളിഞ്ഞ മുടിയും നിറഞ്ഞ കണ്ണുകളും ചുവന്ന കവൾ തടവും വിറയ്ക്കുന്ന ചുണ്ടുകളും അതെല്ലാം കാണവേ അവൻ്റെ ഉള്ളിൽ ഇഷ സഹോദരന്റെ ഭാര്യ എന്ന ചിന്തയായിരുന്നില്ല. പക്ഷേ അവൻ ഒരിക്കലും ചിന്തിച്ചു കാണില്ല ഒരു ചികുത്താന്റെ പെണ്ണിനെയാണ് അവൻ നോക്കിയതെന്ന്. അവളെ നോക്കുന്ന കണ്ണുകൾ ഒരിക്കൽ കൂടെ നോക്കാൻ ആ കണ്ണുകളുടെ ഉടമയെ ബാക്കി ഈ ഭൂമിയിൽ വെക്കാൻ അവൻ സമ്മതിക്കില്ല എന്ന്. ഇതേ സമയം മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ രുദ്രൻ ഇഷയെ കൈകൾ എടുത്തുകൊണ്ട് സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. അപ്പോഴെല്ലാം ഇഷ കരച്ചിലോടെ അവന്റെ കണ്ണിലേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ അവനോട് മാപ്പ് പറയുകയായിരുന്നു. പക്ഷേ അതറിഞ്ഞതിനാലാകണം ഒരിക്കൽ പോലും രുദ്രന്റെ കണ്ണുകൾ അവളെ തേടിയെത്തിയില്ല. ആ കണ്ണുകളിൽ താൻ കാണുന്ന പകയുടെയും വെറുപ്പിന്റെയും കാരണം ഈ നിഷയ്ക്കറിയാം. ക്ഷമിക്ക രുദ്ര, ഞാൻ കാരണം എനിക്ക് മറ്റു വഴികളൊന്നില്ലായിരുന്നു. രുദ്ര, എനിക്ക് ഇഷ മനസ്സിൽ അവനോട് മാപ്പ് ചോദിച്ചുകൊണ്ടിരുന്നു. രുദ്രൻ തന്റെ റൂമിലേക്ക് കയറി. എന്നിട്ട് തന്റെ ബെഡിലേക്ക് അവളെ വെച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും ഇഷ പെട്ടെന്ന് നിലത്തേക്കിറങ്ങി അവന്റെ കാലിൽ പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. രുദ്ര, ക്ഷമിക്ക്, ഞാൻ കാരണം രുദ്ര, ഞാൻ അറിഞ്ഞില്ല. എനിക്ക് നിന്നോട് രുദ്ര, ഞാൻ അറിഞ്ഞതല്ല. ഇഷ കരയുന്നത് കേട്ട് അത്രയും നേരം പല്ല് കടിച്ചു പിടിച്ച് എല്ലാം സഹിച്ചു നിന്ന രുദ്രൻ അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. ഒപ്പം അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പറഞ്ഞു, അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നടി, പറയടി. പറയുന്നതിനൊപ്പം രുദ്രൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. അതിന്റെ ശക്തിയിൽ അവളുടെ തല പുറകിലേക്ക് മറിഞ്ഞു. ഒപ്പം വീട്ടിലേക്ക് തലപോയി ഇടിച്ചു. എന്നാൽ അതൊന്നും ഇഷ ശ്രദ്ധിച്ചില്ല. അവളുടെ കണ്ണുകൾ രുദ്രനിൽ തന്നെയായിരുന്നു. അവൻ അവളെ കൊന്നാൽ പോലും ആ നിമിഷങ്ങളിൽ അവൾ ക്ഷമിക്കുമായിരുന്നു. പക്ഷെ രുദ്രന് അവളുടെ കണ്ണുകളിലെ വേദന സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അത് പുറത്തു കാണും എന്ന് മനസ്സിലായ സമയം അവൻ പെട്ടെന്ന് അവളെ വിട്ട് പുറത്തേക്ക് പോയി. ഇഷ അവൻ പോകുന്നത് നോക്കി തന്റെ മുട്ടിലേക്ക് മുഖം ചായച്ചിരുന്നു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഷ സമയം കടന്നു പോകുന്നത് അറിഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് ലളിത വന്ന് അവളോട് ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് അവൾ എഴുന്നേറ്റത്. അവളോട് വന്ന് കിച്ചണിൽ കയറാൻ പറഞ്ഞു. അവർ പറഞ്ഞതനുസരിച്ച് അവൾ വേഗം കിച്ചണിലേക്ക് പോകാൻ തയ്യാറായി. അതിനു മുമ്പ് ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി എഴുന്നേറ്റു. ബാഗും കാര്യങ്ങളും കാറിലായതിനാൽ എന്ത് ചെയ്യണമെന്നോർത്ത് കുറച്ചു നേരം അവൾ നിന്നു. എന്നിട്ട് രുദ്രനെ വിളിക്കാൻ തീരുമാനിച്ചു. തന്റെ ഫോൺ എടുത്തവൾ രുദ്രന്റെ നമ്പർ തിരഞ്ഞു. മൈൻ എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് അവൾ വിളിച്ചു. പെട്ടെന്ന് തന്നെ അവൻ കോൾ എടുത്തു. അവളോടവൻ, എന്താ? അത് രുദ്ര, എൻ്റെ ബാഗ്, എൻ്റെ ഡ്രസ്സ്, എനിക്ക് റെഡിയാകണം. പതറി പതറി ഇഷ പറയുന്ന കാര്യങ്ങൾ അവന് മനസ്സിലായിരുന്നു. അതിന് കൂടുതലൊന്നും പറയാൻ സമ്മതിക്കാതെ ആ റൈറ്റ് സൈഡിലുള്ള കബോർഡ് ഓപ്പൺ ചെയ്യും, അത്രയും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. ഇഷ അവൻ പറഞ്ഞ പ്രകാരം ആ കബോർഡ് തുറന്നു. കബോർഡ് തുറന്ന് ഇഷയുടെ കണ്ണുകൾ ശരിക്കും നിറഞ്ഞു. അതിനുള്ളിലെല്ലാം തന്നെ തന്റെ ഇഷ്ടം നോക്കി കല്യാണത്തിന് മുമ്പ് അവൻ വാങ്ങിയതാണെന്ന് ഇഷയ്ക്ക് അറിയാമായിരുന്നു. ആ വലിയ കബോർഡ് നിറയെ അവൾക്കുള്ള വസ്ത്രം. നിറമിഴികളോടെ അവൾ അതിലേക്ക് പതിയെ തന്റെ കൈയോടിച്ചു. വല്ലാതെ ഏങ്ങിപ്പോയി ഇഷ. പിന്നെ അതിൽ നിന്ന് ഒരു കുർത്തിയും പലാസോ പാൻറ്റും എടുത്ത് അവൾ ബാത്റൂമിൽ കയറി. 10 മിനിറ്റിനുള്ളിൽ തന്നെ അവൾ പുറത്തിറങ്ങി. മനസ്സിൽ എന്തോ ഒന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൾ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് കണ്ണാടിയിൽ ചെന്ന് സ്വയം നോക്കി. കാതിൽ ചെറിയൊരു കമ്മലും കഴുത്തിൽ രുദ്രൻ കിട്ട താലിയും മാത്രമാണ് അവളുടെ ശരീരത്തിലുള്ളത്. ആ താലിയിലേക്ക് ഇഷ കുറച്ചു നിമിഷം ഒന്ന് നോക്കി. മനസ്സിൽ എന്തോ തീരുമാനിച്ചതുപോലെ. എന്നിട്ട് സിന്ദൂരം തന്റെ നിറകിൽ തൊട്ടുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങി. നന്ദിവനത്തിന്റെ മരുമകളായി തന്നെ. തുടർന്നു. ആക്ച്വലി ഈ ചാനലിൽ ഞാനിപ്പോൾ ഉള്ള എല്ലാ വീഡിയോസും പോസ്റ്റ് ചെയ്തേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ അടുത്ത ഭാഗവും കാണും കേട്ടോ.
താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. എൻ്റെ കൂടെ നിൽക്കുന്നതിന് ഒരാളെങ്കിൽ ഒരാൾ നിങ്ങൾ എൻ്റെ കൂടെ നിന്നല്ലോ, ഇതിലും വലിയ സന്തോഷം സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടാൻ. ഐ എം സോ ഹാപ്പി. അപ്പം നമുക്ക് അടുത്ത ഭാഗവുമായിട്ട് ഈ ചാനലിൽ തന്നെ കാണാം. ബൈ ഓൾ.